ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാ പ്രവാസികളും സ്വർണ്ണക്കടത്തുകാരല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രവാസികൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും. ഒരു സ്വർണ്ണക്കടത്തുകാരൻ്റെ ഒരു നോട്ടാണ് എയർപോർട്ട് ജീവനക്കാർ നമ്മൾ നോക്കുക. അത് പലപ്പോഴും ഒരു സങ്കടം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നിയമക്കുരുക്ക് എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പുരുഷനെ വിദേശത്തു നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് 50,000 രൂപൻ്റെ സ്വർണ്ണമാണ്. ഇനി സ്ത്രീ ആണെങ്കിൽ 1,00,000 സ്വർണ്ണമാണ് കൊണ്ടുവരാൻ പറ്റുക. ഇനി അത് ഗ്രാം കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ 20 ഗ്രാമാണ് പുരുഷനും 40 ഗ്രാമാണ് സ്ത്രീയും. 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 2,00,000 മുകളിൽ വരും. ഇനി 40 ഗ്രാം എന്ന് പറയുമ്പോൾ 4,00,000 മുകളിലും വരും. ഇതൊന്നും നിയമപ്രകാരം നോക്കുമ്പോൾ 50,000 രൂപൻ്റെ സ്വർണ്ണം നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ നിയമക്കുരുക്കിലാണ് എല്ലാവരും കുടുങ്ങിപ്പോവുക. ഈ എയർപോർട്ട് ജീവനക്കാരുടെ ഇതിൽ കുടുങ്ങിപ്പോകുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. 2 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് എന്തെങ്കിലും മോൾക്കോ മറ്റ് കല്യാണ കാര്യങ്ങൾക്കൊക്കെ സ്വർണം വാങ്ങുന്ന സമയത്ത് നാട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം എന്ന ഉദ്ദേശത്തിലാണ്. അതൊക്കെ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഈ നിയമമൊക്കെ മനുഷ്യനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാ പ്രവാസികളും സ്വർണ്ണക്കടത്തുകാരല്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.